എന്താ? 10-25 ലക്ഷം രൂപയുടെ കടമുണ്ട് വീട്ടിൽ. പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശയ്ക്ക് എടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട്. 10-25 ലക്ഷം രൂപയുടെ കടം. ഹായ്, നമസ്കാരം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഫാൻ്റെ ഉമ്മയായിട്ടുള്ള ഇൻ്റർവ്യൂ കുറേ ചാനലുകൾ ഇങ്ങനെയായിട്ട് ന്യൂസ് ചാനലാണെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി പറയുന്നതാണോ അത് ഇങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നതാണ്. പക്ഷേ പറഞ്ഞതും പറയാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അഫാൻ്റെ ഉമ്മയുടെ വായിൽ നിന്ന് എന്തായാലും വന്നിട്ടുള്ളത്. എന്തായാലും അഫാൻ്റെ ഉമ്മ തന്നെ പറയുന്നുണ്ട് 1 കോടി സ്വത്തിൻ്റെ അവകാശികളാണ് അവരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കോടിയിൽ നിന്ന് കുറച്ച് വിറ്റാൽ മാത്രം മതിയാവും അവരുടെ കടങ്ങളൊക്കെ തീർത്തിട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്നുണ്ട് ഇത് റഹീമിനും അറിയാന്നുള്ള കാര്യമാണ്. പക്ഷേ റഹീം പറയുന്നത് എനിക്ക് ഈ കടത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, എനിക്ക് ഉണ്ടാക്കിയ കടങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അല്ലാണ്ട് ഇവർ പറയുന്ന കടത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. എന്നിരുന്നാലും അവർ ചോദിക്കുന്നുണ്ട് ഉമ്മയ്ക്ക് ഇനി അഫാനോട് പൊറുക്കാൻ പറ്റുമോ, ക്ഷമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ കൊന്നവനാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഉള്ളിലൊരു മാതൃസ്നേഹം ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കൊച്ചു അതൊക്കെ ചെയ്തതെന്ന് എനിക്ക് എന്നെ കൊണ്ട് പറ്റാനില്ല, വിശ്വസിക്കാൻ എനിക്ക് പറ്റാനില്ല, അത് വിശ്വസിക്കാനൊക്കെ. അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷോള് കഴുത്തിൽ മുറുക്കി തന്നെയാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ട്, കുറേ കാര്യങ്ങൾ ഓർമ്മയില്ല. മോന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ്. കുറേ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അതിലുപരി ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുടെ ഉമ്മ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് ബാക്കി പറയാം. ഈ വീട്ടിലെ എല്ലാ വിഷയങ്ങളും അഫാൻ അറിയാമായിരുന്നു? ആ, വീട്ടിലെ എല്ലാ വിഷയവും അഫാൻ അറിയാം. നമുക്ക് ഈ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു? സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവനെ അറിയാം, എൻ്റെ ഇളയ മോനറിയാം, നമുക്ക് 3 പേർക്കും അറിയാം. 3 പേരും ഒരുപോലെയാണ് അവിടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 ലക്ഷം രൂപ കടമുണ്ട്. അത് എങ്ങനെ ഉമ്മ വന്നത്? നമ്മൾ ഈ ലോൺ എടുത്തതൊക്കെയാണോ? ആ, ലോൺ എടുത്തത്, പലിശ കൊടുത്തത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവർക്ക് ഇപ്പൊ പുതുതായിട്ടുള്ള ഒരു അറിവ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ലോൺ ആപ്പ് ഉണ്ടായിരുന്നെന്ന് പറയും. ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് ഭയങ്കര തൊല്ല പിടിച്ച കാര്യമാണ്. കാരണം നമ്മൾ ലോൺ എടുക്കും, പിന്നെ കറക്റ്റായിട്ട് എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അവർ പിന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ലത്തീഫിനോട് എന്താണ് ദേഷ്യം, ഉമ്മുമ്മയെ കൊല്ലാൻ എന്താണ് വൈരാഗ്യം, ഉമ്മയുടെ ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫാമിലി പ്രശ്നങ്ങൾ. പാപ്പാക്ക് പിന്നെ വസ്തു വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ചേട്ടനൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. രാവിലെ തന്നെ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ പൈസയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു വിഷമത്തിൽ അയാൾ തിരിച്ചു വരികയുണ്ടായി. പക്ഷേ ഈ ഉമ്മ ചെയ്യേണ്ട ഒരു കാര്യം മകന് ജോലിക്ക് പറഞ്ഞു കൊടുക്കുക. നല്ലൊരു ഉമ്മയാണെങ്കിൽ മകനെ നീ പോയി ജോലിക്ക് പോ, നമ്മുടെ കടങ്ങളൊക്കെ തീർക്കേണ്ടല്ലേ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ കടങ്ങൾ എടുത്തത്, നമുക്ക് ആ എടുത്ത കടങ്ങൾ തീർക്കണ്ടേ, നമ്മൾ നമ്മുടെ അച്ഛനെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉമ്മയാണ് ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ ഈ പയ്യൻ്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. അതിൽ ഒരു മാറ്റമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കാരണം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും എങ്ങനെ നമ്മൾ കണക്കൂട്ടി നോക്കിയിരുന്നാലും ഈ നിസ്സാര കാര്യങ്ങൾക്ക് എന്തായിരുന്നാലും ഒരാളെയും കൊല്ലത്തില്ല. പോരാത്തതിന് ആ ഫർസാനി എന്ന് പറയുന്ന ആ വീട്ടിലുള്ളൊരു ബന്ധു പോലുമല്ല, വേറൊരു കുട്ടി ഇയാളെ സ്നേഹിച്ചു എന്നുള്ളത് തെറ്റ്, ഇയാളെ സഹായിച്ചു എന്നുള്ളൊരു തെറ്റ്, ആ ഒരു തെറ്റിലാണ് ആ ഒരു കുട്ടിയും കൂടി ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. സ്വന്തം അനിയനും ഇക്കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഈ ഉമ്മ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എന്നിട്ടും ആൾക്കാർ ആരും ചോദിക്കുന്നില്ല ഇവരെന്തിനാണ് ഇത്രയും കാശ് എടുത്തത്, ഇവർക്ക് എന്ത് ചിലവാണ്, ഈ 65 ലക്ഷം രൂപയോളം വരുന്ന ചിലവ് എന്താണ് എന്നുള്ള ഒരു കാര്യം ഇവർ ചോദിക്കുന്നില്ല. പോരാത്തിന് ഇപ്പോൾ ഷെമി പറയുന്നത് 25 ലക്ഷം രൂപയെ ഉള്ളൂ അവർക്ക് കടമായിട്ട് ഉള്ളതെന്നാണ് ഈ ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുറേ ലോൺ ആപ്പിൻ്റെയും കുറേ അവർക്കായിട്ട് 4 ലക്ഷം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള കുറച്ച് പൈസകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ 60 ലക്ഷമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കാമെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അറിവും ഇല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത്. ഈ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് അഫാൻ ഇത്രയും കൊടും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. കാരണം പോലീസുകാർ ചോദിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ആ പൈസ ചിലവാക്കിയത്, ഇവൻ കടമെടുത്തിട്ടുള്ള പൈസ ആണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ ചിലവാക്കിയിട്ടുള്ളത് എന്ന് ഉമ്മയോട് ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ലോണിൻ്റെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നേരെ ഇയാൾ ഉമ്മമാരടുത്ത് പോയി കാണും, അപ്പം മാല ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടുത്തിട്ടില്ല. ആ ഒരു കാരണത്തിൽ തന്നെയാണ് ഉമ്മയെ കൊന്നെന്ന് പറയാം. ലത്തീഫിനെ കൊന്നെന്ന് പറയുന്നത് കാരണം പ്രത്യേകിച്ച് ഈ ഉമ്മ പറയുന്ന എന്തെന്ന് വെച്ചാൽ ഈ അവരുമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. ഈ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ പറയുമായിരുന്നു, അതുകൊണ്ടുള്ള ദേഷ്യത്തിലാണ് ആളെ കൊന്നിരിക്കുന്നത്. അപ്പോൾ ഈ അനിയനെ കൊന്നത് എന്തിനാണ്, ഈ ഫർസാനെ കൊന്നത് എന്തിനാണ്?
ഉമ്മയെ മാത്രം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് വെറുതെ നോവിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഉമ്മയെ വെറുതെ വിട്ടിരിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. എന്തായാലും ഉമ്മ അപ്പോഴപ്പോഴും ഓരോ കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഉമ്മയ്ക്കും റഹീമിനും എതിരായിട്ടാണ് ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ആ 24-ൽ നിന്ന് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച്. ആ ഒരു വാർത്തയിൽ അത്രയും നെഗറ്റീവ് കമൻസുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് പോലും ഉമ്മയ്ക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ കുറച്ച് ഓർമ്മയുണ്ട്, പിന്നെ ബാക്കിയുള്ള ഒന്നും ഓർമ്മയില്ല. പോട്ടെ, അവരുടെ ഒരു അടിയുടെ ഒരു ഇത് കൊണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മയുണ്ട്. അവർ ചപ്പാത്തി കൊടുത്തതും മുട്ട കൊടുത്തയച്ചൊക്കെ അവർക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. മകനെ കൊന്നിട്ട്, സ്വന്തം ഇളയ മകനെ കൊന്നിട്ട് പോലും ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടം അവർക്ക്. എന്നിട്ട് എൻ്റെ മകനെ പുറത്തിറക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ പറയുന്നത് എന്ന്. ഫർസാനയുടെ വീട്ടിൽ പോകാൻ അവർക്ക് കാണാൻ താല്പര്യമാണെന്ന് ബോധിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ കാണാൻ സമ്മതിക്കും? കാരണം ഒരു മകനെ വളർത്തേണ്ട രീതിയിലുള്ള ആ ഒരു സ്ത്രീ മകനെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു അച്ചടക്കം പഠിപ്പിച്ച് കൊടുത്തിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുമില്ല, ഈ നിസാരം മറ്റേ തട്ടുമുട്ട് കണക്ക് ഓരോരുത്തർ തലമണ്ടയും തല്ലിപ്പൊട്ടിച്ച്, ഒന്നും അറിയാത്ത ഫർസാനയുടെ തലമണ്ടയും തല്ലിപ്പൊട്ടിച്ച് മുഖം പൊട്ടിച്ചിട്ട് അവരുടെ മാപ്പ് ചോദിക്കാൻ ചെന്നാൽ അവരുടെ വീട്ടിലുള്ള ആ ഒരു അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ കൊന്നിട്ട് അവിടെ ചെന്ന് മാപ്പ് ചോദിച്ചാൽ അവർ സഹിക്കുമോ? ഒരാളെ സഹിക്കത്തില്ല. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിപ്പോൾ സത്യം പറയാ കേഡൽ ജിൻസിനാ കേഡൽ നമ്മുടെ നന്തൻകോടുള്ള ആ ഒരു വ്യക്തിയുടെ ഏകദേശം കുറേ കാര്യങ്ങളുമായിട്ടാണ് യോജിച്ച് വരുന്നതെന്നാണ് തോന്നുന്നു സത്യം പറഞ്ഞത്. എന്തായാലും ഇനിയും പോലീസ് കണ്ടെത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ അഫാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പൈസ ചിലവാക്കിയത്? എന്തായാലും ഉമ്മയുടെ കാര്യത്തിൽ ഇനി എന്തായാലും ആ ഒരു വീട്ടിൽ ആർക്കും വിൽക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു വീട് ആരും മേടിക്കത്തില്ല. കാരണം ഇത്രയും പേര് കൊന്ന ഒരു വീട് ഒരാളും മേടിക്കത്തില്ല. അഥവാ ഇനി മേടിച്ചാൽ പോലും അതിന് തീരെ കാശ് കാണത്തില്ല. അത്രയ്ക്കും വില കുറച്ചിട്ടായിരിക്കും ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ ആ വീടും ഇനി അവർക്ക് ഉള്ള സ്വത്തും പോയി, മക്കളും പോയി. അവർക്കിപ്പോൾ അനുഭവത്തിൽ വന്നിട്ടെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള സ്വത്തും പോയി, ഒരു ഉപയോഗം ഇല്ലാണ്ട് ഒരു സ്വത്തും പോയി. ആ വീട്ടിനകത്തിട്ട് 2 പേരെ കൊല്ലുകയും ചെയ്തു. ആ വീട് വിൽക്കാനും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇനി അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. 1 കോടിയുടെ സ്വത്ത് ഉണ്ടായിരുന്നിട്ട് പോലും പറഞ്ഞാൽ നമുക്ക് ഒരു 3 സെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെയാണ് ഓരോരുത്തർ. 1 കോടിയുടെ സ്വത്തുണ്ടായിട്ട് ആ റഹീമാർക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി കൊടുത്തത്. അതുപോലും മനസ്സിലാക്കാണ്ട് എല്ലാം ദൂർത്തടിച്ച് ആഡംബര ജീവിതം നടത്തി എല്ലാം വന്നിട്ട് അവസാനം ആ റഹീം പുറത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നപ്പോൾ ഒരാളും ഇല്ല, സ്വന്തം മകനും ഇല്ല. ഇപ്പോൾ ഷെമിക്ക് മൂത്ത മകനോടൊരു കെയറിങ് ഉണ്ട്, മോനെ ഇറക്കണം, എൻ്റെ ഇളയ മകനെ കൊന്നിരുന്നാലും എനിക്ക് എൻ്റെ മോൻ വലുതാണ് എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീയുടെ ഒരു സംസാരം തന്നെ. അപ്പോൾ ഇറക്കണം എന്നുള്ളൊരു വാശി തന്നെയാണ് അവർ നിൽക്കുന്നവരും. ഓരോ തവണയും മാറ്റിയാണ് പറയുന്നത്. ഇനി എന്തൊക്കെ പറയാൻ കിടക്കുന്നറിയില്ല. ഒന്നും അറിയാത്ത പാവങ്ങളെയാണ് കൊന്നിരിക്കുന്നത്. ഈ സൗദിയിലൊക്കെ ആണെങ്കിൽ സത്യമായി നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത, വീഡിയോയിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്തൊരു കുട്ടികളാണെന്നില്ല, വലിയ മനുഷ്യരാണെന്നില്ല, അങ്ങനെയാണ് അവർ ചെയ്യുന്ന ആ ഓരോ കാര്യങ്ങൾ. സത്യമായി ഈ കേരളത്തിൽ ആണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ കൂടുതലെന്ന് തോന്നുന്നു. സത്യമായി അവിടേക്ക് ഒരു തെറ്റ് ചെയ്താലും അപ്പം തന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചങ്ക് പടയും. ഒരു നിമിഷം ഞാൻ ആ നിമിഷപ്രിയയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർത്തിട്ട് പോയി. ആ യമനിലുള്ള ശിക്ഷാ രീതിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് സത്യം പറയാൻ നമ്മുടെ ചങ്ക് തകരും. ഒരു 2 ആൺകുട്ടികളെയാണ്. ആ കുട്ടികളെ പോലും വെറുതെ വിട്ടിട്ടില്ല തെറ്റ് ചെയ്തെന്നുള്ള പേരിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഈ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ജീവപര്യന്തം ഇട്ട് ബിരിയാണി തീറ്റിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ. അവിടെ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളെ നടക്കത്തില്ല. വെട്ടൊന്നും തുണ്ടിലുണ്ട്, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ, അതാണ് നല്ലത്. കാരണം ഇനിയും കുറേ കാര്യങ്ങൾ വരാണ്ട്. എന്താണ് ലോൺ ആപ്പിൻ്റെ പ്രശ്നം തന്നെയാണോ, ഇനി ഈ എടുത്ത പൈസയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഇനി അഫാൻ തുറന്നു പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഈ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി തുറന്നു പറഞ്ഞാൽ മാത്രമേ ഇനി ഒന്നും അറിയാത്ത ആ അനുജനെയും ആ ഫർസാനെയും ആ സ്വന്തം അച്ഛൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും ഉമ്മയും എടുത്തു വളർത്തി അവരെയൊക്കെ കൊന്നിട്ട് ഒരു കൂസലുമില്ലാണ്ട് ഇപ്പോഴും ഇരിക്കുന്ന ആ ഷെമിക്കും ഇവരോടൊക്കെ എന്തോ ദേഷ്യം ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് ആ സംസാരത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ ആൾക്കാർ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യും ആയിരിക്കും. എൻ്റെ വീഡിയോ ആരിലോട്ടെങ്കിലും എത്തുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യും. അവരുടെ മനസ്സ് അങ്ങനെയാണ്. അവരെ വേദനിപ്പിക്കരുത് എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സ്വന്തം മോനെ പോലെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു അനിയനെയാണ് അവൻ കൊന്നിരിക്കുന്നത്. മനസ്സിൽ ക്രൂരത മാത്രം നിറച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി കൊന്നിരിക്കുന്ന സ്വന്തം അനിയനെയും കൂടി എന്ന് എല്ലാവരും കൂടി ആലോചിക്കണം. ഇത് നമ്മുടെ വീട്ടിലാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി.